എന്താണ് എം ഡിയോട് ഇത്ര സ്നേഹം? ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സുഹൃതം അദ്ദേഹത്തിൻ്റെ കഥയാണ്. അത് വളരെ പ്രശസ്തമായി താങ്കളുടെ സിനിമ, ഏറ്റവും പ്രശസ്തമായ സിനിമ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധയാകർഷിച്ചു. എം ഡിയെക്കുറിച്ച് നേരത്തെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു, ഇപ്പോൾ ഇതാ വീണ്ടും. ഈ ബന്ധത്തിൻ്റെ രഹസ്യം എന്താണ്? എനിക്ക് അദ്ദേഹത്തോടുള്ള ഈ താല്പര്യം എന്നതിനപ്പുറം അദ്ദേഹത്തിന് എന്നോടുണ്ടാകണം. അല്ലെങ്കിൽ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി അവരൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ പലരുടെയും പേര് സജസ്റ്റ് ചെയ്തപ്പോൾ എം ടി പറഞ്ഞത് എൻ്റെ പേരാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്നോട് താല്പര്യം ഉണ്ടായിരിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ എത്രയോ വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് കൂടെ എനിക്കുള്ളതുപോലെ ബഹുമാനം, ആരാധന, താല്പര്യം, അതുപോലെ അദ്ദേഹത്തിന് എന്നോട് ഒരുതരം വാത്സല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എം ഡിയോടുള്ള ആരാധന എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണോ, ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്കാണോ? എഴുത്തുകാരൻ എന്ന നിലയിലാണ്. അത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യമായി വായിക്കുന്ന നോവൽ കാലമാണ്. പിന്നീടാണ് കാലം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പുറകിലേക്കുള്ള മറ്റ് നോവലുകളിലേക്ക് പോകുന്നത്. വായനയുടെ ഒരു ഘട്ടത്തിൽ എൻ്റെ 14ാമത്തെ വയസ്സിലോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു, 15ാമത്തെ വയസ്സിലാണ് കാലം വായിക്കാനിടയായത്. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ സുഹൃതം വളരെ മാനസികമായിട്ട് തൃപ്തി തന്ന ഒരു സിനിമയാണെന്ന് പറയാം, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും മാനസികമായി തൃപ്തി തന്നു എന്നതിനപ്പുറം എനിക്ക് ഒരു ഒട്ടേറെ അംഗീകാരങ്ങൾ കിട്ടി. ഇപ്പോഴും ആ പടം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പം 13 വർഷം കഴിഞ്ഞിരിക്കും, 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ പുതിയ തലമുറ പോലും, ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ പടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 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 വായനക്കാരൻ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ ഒരു വാരികയിൽ എഴുതിയിരുന്നത്, ഇപ്പം റീസെൻ്റായിട്ട് ഈ 12 വർഷത്തിന് ശേഷം അയാൾ എഴുതിയിരുന്നത്, അയാളത് 7 പ്രാവശ്യം ആ സിനിമ തിയേറ്ററിൽ കണ്ടു. അയാൾ കണ്ട ഏറ്റവും മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത്. ഒരു സ്വാഭാവികമായിട്ടും നോക്കി ഒരു വാഴവട്ടക്കാലത്തിന് ശേഷം ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നത് തന്നെ, എന്ന് കേൾക്കുന്നത് തന്നെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഒരു വളരെയധികം സംതൃപ്തി തരുന്നതാണ്. യഥാർത്ഥത്തിൽ ആമ്പൽപ്പൂവ് എന്ന സിനിമയാണ് താങ്കൾ ഈ രംഗത്തേക്ക് വരാൻ കാരണമായത്. ആമ്പൽപ്പൂവ് എന്ന കഥ നിശ്ചയിക്കുന്നതിന് പിന്നിലുള്ള എന്താണ് അതിൻ്റെ ആ ജീവിത സാഹചര്യം എന്തായിരുന്നു? ഈ കാരണം ആമ്പൽപ്പൂവല്ല ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണം. എൻ്റെ ആദ്യ ചിത്രം ആമ്പൽപ്പൂവായതാണ്. അപ്പം അതിനു മുമ്പ് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ ആദ്യമായി ഒരു സിനിമ ചെയ്യാൻ ആലോചിക്കുമ്പം അത് ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി ഉള്ള ഒരു സിനിമയായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ഞാനൊക്കെ വരുന്ന 80കളുടെ ആദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ നമ്മൾ ഈ സോക്കാർഡ് സമാന്തര സിനിമ അല്ലെങ്കിൽ ആർട്ട് സിനിമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അതിൻ്റെ ഒരു നല്ല കാലമാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയൊരു സിനിമ സങ്കല്പമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് കാരണം അന്ന് ഈ 80കളുടെ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഉച്ചപ്പടം എന്നൊക്കെ പേരിലൊക്കെയാണ്, പ്രാതിനിധ്യമില്ല. അപ്പോൾ അങ്ങനെ കലാപരമായ ഒരു മേന്മ ചോർന്നു പോകാതെ തന്നെ ആ സിനിമ പ്രേക്ഷകനിൽ എത്തണം എന്നൊരാഗ്രഹം. പ്രേക്ഷകനിലെത്തിയോ പ്രോപ്പറായിട്ട്? ആമ്പൽപ്പൂ അങ്ങനെ ഉദ്ദേശിച്ച രീതിയിൽ പ്രേക്ഷകരിലെത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് അത് തിയേറ്ററിലെത്തുന്നത്. ഒരു തുടക്കക്കാരുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇന്നത്തെ ഒരു സാഹചര്യമല്ല ഒരു പുതിയൊരാളിന് സിനിമയിലേക്ക് കടന്നു വരാൻ ഇന്നിപ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല 80കളുടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആമ്പൽപ്പൂവ് എന്ന പേര് സ്വീകരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതൊരു ഒരു വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്ന പേരാണല്ലോ. ഉണ്ട്, അത് തീർച്ചയായിട്ടും ആ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊരു ഒരു കാബറെ നർത്തകിയുടെ ജീവിതമാണ്. അത് തന്നെയായിരുന്നു ആ പടത്തിൻ്റെ പ്രത്യേകത. ഒരു കാബറെ നർത്തകിയുടെ ജീവിതം, അവരുടെ ഈ മേനി അഴക് ഒരു സിനിമയിൽ ഈ സെല്ലോഡിൽ അധികം ഒട്ടും തന്നെ കാട്ടാതെ തന്നെ അവരുടെ ഒരു മനസ്സിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമം. അപ്പോൾ ആമ്പൽപ്പൂ എന്ന് പറയുമ്പോൾ ആമ്പൽപ്പൂ എങ്ങനെ പകലുറങ്ങുകയും രാത്രി വിരിയുകയും ചെയ്യും. ക്യാബറ നർത്തകരുടെ ജീവിതവും അങ്ങനെയല്ലേ. രാത്രിയിലാണ് അവരുടെ വിടർന്ന് ഈ ഇത് നിൽക്കുന്നത്. പകൽ അവരുടെ കൂടുകളിൽ അവർ ഒതുങ്ങിക്കൂടിയാണ്.